ഇറങ്ങാനാ പറഞ്ഞു. എന്റെ മകൻ നീ കഴിഞ്ഞു വെക്കടി. നിന്നെ നീ കൊന്നു താനും നീ 4 പേര് കാണട്ടെ. ആ തെണ്ടിമായി നിനക്ക് സ്നേഹം നല്ലടി. അവൻ്റെ കൂടെ നീ പോവല്ലേ? നിന്നെ ഞാൻ കൊന്നു ഇറങ്ങൂടി. നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോവല്ലേ? ഇന്ന് നിന്നെ ഞാൻ കൊന്നിട്ടുള്ളടി. നിന്റെ അധികപ്രസംഗം ഇടി ഇവിടെ നടക്കില്ല. മതി തല്ലിയത് മകൾ തന്നെയാണെന്ന് എനിക്കറിയാം. എനിക്കല്ല നോക്കില്ല. എവിടെ പറ്റി പുറത്ത് ഇറങ്ങാൻ വരുന്നുണ്ടെങ്കിൽ വാ. എന്നിവിടെ നിൽക്കണ്ട. ഇല്ലെങ്കിൽ നമ്മയാൾ തല്ലിക്കൊല്ലും. അവളെ ഈ പഠിക്കാത്ത ഞാൻ കേട്ടിയല്ല. അവിടെ പേര് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയും. ഉള്ളിലേക്ക് കാലം വെട്ടാറായി. എന്നിട്ടും കൂടെ ഇറങ്ങി. ഉണഞ്ഞ കൊള്ളി പുറത്ത്. ഇങ്ങനത്തെ മക്കൾ ഉണ്ടാകുന്നതിന് ഭേദം ചാവുക. എന്താ കേശവ? എന്താടാ നീ എന്നെ എന്റെ കെട്ടുകളെയും പറ്റി പരദൂഷണം പറഞ്ഞു കേട്ടല്ലോ. നാട്ടുകാർ പറയുന്നത് ചോദിക്കാൻ നടക്കുകയാണോ? എന്റെ റൗഡി വേഷമൊന്നും എന്റെ അടുത്ത് കാണിക്കരുത്. കാണിച്ച നീ എന്ത് ചെയ്യും? അടിച്ച് പല്ല് ഒഴിക്കും. കുഞ്ഞിരാമനെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല. അങ്ങനെ അടിച്ചിട്ടുള്ളവർക്കാണ് ഈ കത്തി. ആഹാ, നിനക്ക് കുത്താനറിയോ? എന്നാ കുത്ത്. കുത്തറ. കുത്താനല്ല പറയേണ്ടത്, കുത്ത് കൊള്ളാതിരിക്കാനാണ്. എത്ര ഐഡിയക്ക് പോയിട്ട് വേഗം ചുറ്റടാ. ആനോ കുറച്ച് വെള്ളം. വേഗം ആട്ടടാ. ഞാൻ കുട്ടിക്ക് ഇത്തിരി കാച്ചു എണ്ണ മേടിക്കാൻ വന്നതാ. ഞാനൊന്ന് സൗകര്യമൊന്നുമില്ല. ഇല്ല, ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞേക്കേ. ശരി. ചമ്മന്തി കഞ്ഞിക്കാ നിന്റെ തലേ തേക്കാൻ വെക്കിനവിടെ. ഞാൻ ദേവത്തെ കണ്ടു. എവിടെ? കാവിലെ പോകുന്നു. വല്ലതും പറഞ്ഞു? ജാനത്തെ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അച്ഛനെ പറ്റി ഒന്നും ചോദിച്ചില്ല.
ഞാൻ ചന്തയ്ക്ക് പോണു. അച്ഛാ, അരിയില്ല. ആ മൊയ്തുക്കാരുടെ അടുത്ത് നിന്ന് ഒരു 5 രൂപ തരാൻ പറ. കിട്ടിയില്ലെങ്കിലോ? ഓടി തരും. ബാപ്പ ഇവിടുണ്ടോ? ബാപ്പ കടയില്ല. എന്തിനാ ബാപ്പനെ അന്വേഷിക്കണേ? അച്ഛനൊരു 5 രൂപ കടം മേടിക്കാൻ പറഞ്ഞു. അരി മേടിക്കാനാ. നിക്കേ. എന്റെ കയ്യിൽ 3 രൂപയുണ്ട്. ഇത് മതിയാ? മതി. എന്തിനാ പെണ്ണിന് കൈ കൊടുക്കുന്നത്? ബാപ്പാനോട് 5 രൂപ കടം വാങ്ങാൻ വന്നതാ. എന്നിട്ട് ഈ കൊടുത്താ? അന്നോട് ആരാ കായ് കൊടുക്കാൻ പറഞ്ഞു? അനക്കെന്തിനാ കായ്? അച്ഛൻ മേടിക്കാൻ പറഞ്ഞതാ. എത്രയാ വാങ്ങാൻ പറഞ്ഞു? 5 രൂപ. 5 റുപ്യ വാങ്ങാൻ പറഞ്ഞാൽ 3 റുപ്യ വാങ്ങിയാ മതിയാ? അനക്കെത്രയാ വേണ്ടി? 5 റുപ്യ മതിയാ? ഇനി കാണാ കല്ലിപ്പന്നെ. നോക്കേ, ഇത് അതിനെ കൊണ്ട് മുറുക്ക് വരുന്നതൊന്ന് വാങ്ങി തന്നാളുടെ. മോളെ അതിന് കഞ്ഞി വിട്ടോ? മോളെ കൊടുത്ത്. ജാനു, ജാനു ചേട്ടൻ എന്നാ വന്നേ? 2 ദിവസമായി. കോയമ്പത്തൂർ തന്നെയല്ലേ? അതെ. എടുത്തിട്ട് സുഖമാണോ? നീ എവിടുന്ന വരുന്നു? നമുക്കനെ കാണാൻ പോയതാ. കാശ് പറഞ്ഞിരിക്കാം അല്ലേ? ഇനി എന്നാ പോവാ? വെള്ളിയാഴ്ച. വേണ്ട. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ദൈവം എന്നെ കൊല്ലും. തുടങ്ങി നിന്റെ കളി. ഞാൻ കളിക്കാം. നീ വെക്ക്, ഞാൻ അടിക്കാം. മതിയോ? നേരത്തേക്ക് വെള്ളിയാഴ്ച കിട്ടിയല്ലോ. അച്ഛൻ വീട്ടിലുണ്ടോ? നമുക്ക് പോവാം. എവിടെ പോയി? അച്ഛൻ പുറത്തു പോയിരിക്കുക. എപ്പോഴാ വരിക? ഒന്നും അറിയില്ല. കാത്തു നിന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല. ഞാൻ പറഞ്ഞോളാം. വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞത്. ഞാനില്ലാത്തപ്പോ ആരാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് നോക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളെ ഒന്നുപോലെയാ നോക്കുന്നത്. അത് അവക്ക് പോലും അറിയില്ല. കുഞ്ഞിരാമ, ഈ കാലം വല്ലാത്തതാ. ഒരുത്തരെയും വിശ്വസിക്കൊന്നുമില്ല. ഞാൻ ഒരു പുതിയ പാറ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ഉള്ളിയും കൂടെ നാരായണന്റെ അടുത്ത് കൊടുത്തേക്കാം. അതിന്റെ അച്ചാറിപ്പോഴേ ഇപ്പൊ ഇരിക്കട്ടെ. മോളെ, അച്ഛൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്. ഷാപ്പിൽ പറഞ്ഞേക്കണ്ട. എന്നാ വരട്ടെ.